പാലക്കാട് ജില്ലയിലെ ചെറിയ ഗ്രാമം, നെൽപ്പാടങ്ങളും ചെറിയ കുളവും, വൈകുന്നേരം കാറ്റ്, അതിനിടയിൽ ചെറിയൊരു തറവാട് വീട്. അവിടെ താമസിക്കുന്നത് മാധവ്, ഭാര്യ രേവതി, അമ്മ സാവിത്രിയമ്മ, ചേട്ടൻ സുരേഷ്, ചേട്ടൻ്റെ ഭാര്യ ലക്ഷ്മി. ലക്ഷ്മി വെളുത്ത നിറം, ഗ്രാമത്തിലെ എല്ലാവരും പ്രശംസിക്കുന്ന സൗന്ദര്യം. എന്നാൽ രേവതിയാകട്ടെ കറുത്ത നിറം, ശാന്തമായ മുഖമായിരുന്നു, ആഴമുള്ള കണ്ണുകളായിരുന്നു. രേവതി മാധവ് വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ തന്നെ സാവിത്രി അമ്മയുടെ കണ്ണുകൾ ദേഷ്യത്തിലായിരുന്നു രേവതിയെ നോക്കിക്കണ്ടത്. സാവിത്രി അമ്മ എപ്പോഴും ദേഷ്യത്തിൽ മാധവിനോട് പറയും, ഇത്ര പെണ്ണുങ്ങളുണ്ടായിട്ടും ഈ ഒരു കറുത്ത പെണ്ണിനെയാണ് നിനക്ക് കിട്ടിയത്. ആ വാക്കുകൾ രേവതിയുടെ ഹൃദയം തകർത്തു. പക്ഷേ രേവതി മറുപടി ഒന്നും പറഞ്ഞില്ല. അടുക്കളയിൽ സാവിത്രി അമ്മ ദേഷ്യത്തിൽ തന്നെ പറയും, ലക്ഷ്മി ഇവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ, രേവതി നീ അടുക്കളയിൽ ജോലി ചെയ്യൂ, നീ കറുത്തതാണ്, നീ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. രേവതി വെളുത്തതാണ്, അവൾ അടുക്കളയിൽ നിന്ന് വിയർത്താൽ ശരിയാകുകയില്ല. രേവതി അതിനൊന്നും മറുത്ത് പറയുകയില്ല. അവൾ സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലെ ജോലികളെല്ലാം തീർക്കും. പക്ഷേ അമ്മയെ സന്തോഷിപ്പിക്കാൻ അവൾ പല രീതിയിലും നോക്കി. പക്ഷേ സാവിത്രി അമ്മ ഒരിക്കൽ പോലും രേവതിയോട് നല്ല രീതിയിൽ പെരുമാറിയിട്ടില്ല. ഓരോ ദിവസവും കുറ്റം പറച്ചൽ മാത്രമായിരുന്നു. ഇവളുടെ നിറം കണ്ടാലേ വീട്ടിലെ പ്രകാശം പോയി, നമ്മുടെ കുടുംബത്തിന് യോജിച്ച പെണ്ണല്ല. രേവതിയുടെ മുൻപിൽ വെച്ച് തന്നെ സാവിത്രി അമ്മ വീട്ടിൽ അതിഥികൾ വരുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. മാധവ് എല്ലാം കേട്ടു. പക്ഷേ അമ്മയോടുള്ള ബഹുമാനം കൊണ്ട് ആദ്യകാലത്ത് മാധവ് ഒന്നും മിണ്ടിയില്ല, പ്രതികരിച്ചില്ല. ഒരു രാത്രി രേവതി കണ്ണുനീർ ഒളിപ്പിച്ചു ഉറങ്ങുവാൻ ശ്രമിക്കുന്നു. പക്ഷേ മാധവ് അത് കണ്ടു. മാധവ് രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കരുത്, ഞാനുണ്ട് കൂടെ. രേവതിയുടെ നിറകണ്ണുകളുമായി പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ ബുദ്ധിമുട്ടാണ് അല്ലേ. മാധവിൻ്റെ ഹൃദയം ഒരു നിമിഷം തകർന്നു. നീ എൻ്റെ അഭിമാനമാണ്, പക്ഷേ അമ്മയെ ഞാൻ എങ്ങനെ എതിർക്കും? രേവതി ഒരു നിമിഷം മന്ദഹസിച്ചു. നിന്റെ സ്നേഹം മതി, ഞാൻ എല്ലാം സഹിക്കും, എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഉത്സവ സമയത്ത് വീട്ടിൽ അതിഥികളെല്ലാം എത്തി. എന്നാൽ അവരുടെ മുൻപിൽ വെച്ച് തന്നെ സാവിത്രി അമ്മ ഉച്ചത്തിൽ പറഞ്ഞു, ലക്ഷ്മി എത്ര സുന്ദരി, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാം അഭിമാനമാണ് അവൾ, ഇവളെ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. പക്ഷേ രേവതിയാകട്ടെ, അവളുടെ മുഖം കണ്ടാൽ തന്നെ ആളുകളുടെ ഇടയിൽ എങ്ങനെ കൊണ്ടുപോകും അവളെ? അവളുടെ കറുപ്പ് അവളെ എങ്ങനെ 10 ആളുകളുടെ ഇടയിൽ നിർത്തും? ഇതെല്ലാം കേട്ട് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ മാധവിന് അതൊരിക്കലും സഹിക്കാൻ പറ്റിയിരുന്നില്ല. മാധവ് ഉറക്കെ തന്നെ അമ്മയോട് പറഞ്ഞു, അമ്മേ, നിറം കൊണ്ടല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടത്. ഇത് കേട്ടപ്പോൾ സാവിത്രി അമ്മ കടുപ്പത്തോടെ, നീ ആകെ മാറി, അവൾ നിന്നെ മാറ്റിയിരിക്കുന്നു. എന്നാൽ മാധവ് പിന്നെ അതിനൊന്നും എതിർത്ത് പറഞ്ഞില്ല. മാധവ് ദേഷ്യത്തിൽ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. ദിവസങ്ങൾ കടന്നു. ഓരോ ചെറിയ ചെറിയ കാര്യം വലിയ പ്രശ്നമാക്കിയെടുത്തു സാവിത്രി അമ്മ രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ലക്ഷ്മി ചെയ്ത പിഴവ് രേവതിയുടെ മേൽ ചുമത്തി. സാവിത്രി അമ്മ എല്ലാവരുടെ മുൻപിൽ വെച്ച് തന്നെ, ഇവൾ വന്നത് മുതൽ വീട്ടിൽ ശാന്തിയില്ല. ആ വാക്ക് മാധവിന് ഒരിക്കലും സഹിക്കുവാനായില്ല. അവൻ ഉറക്കെ തന്നെ പ്രതികരിച്ചു, ഇനി മതി, നിർത്തൂ. എൻ്റെ ഭാര്യയെ അപമാനിക്കുന്ന ഈ വീട്ടിൽ ഞാനും അവളും ഇനി താമസിക്കുകയില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുകയാണ്. ചെറിയ ചെറിയ കാര്യത്തിന് പോലും അമ്മ ഇവളെ ഇങ്ങനെ അപമാനിക്കുകയാണ്. ഇവളെ എന്ത് കുറ്റം ചെയ്തു? കറുത്തതായതാണോ ഇവളുടെ പ്രശ്നം? കറുത്തത് അത്ര വലിയ തെറ്റാണോ അമ്മേ? ഇവൾ മനസ്സുകൊണ്ട് ഏറ്റവും വലുതാണ്. ഇവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ കുറ്റപ്പെടുത്തുന്ന ഈ വീട്ടിൽ എനിക്ക് സഹിക്കുവാൻ പറ്റുകയില്ല. ഞാൻ ഇവളെ കൊണ്ട് ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാധവ് ബാഗെടുത്ത് രേവതിയുടെ കൈ പിടിച്ച് ആ വീട് വിട്ട് ഇറങ്ങി. എന്നാൽ മാധവ് പോയ ഉടനെ തന്നെ വീട്ടുകാരും ഗ്രാമക്കാരും ചർച്ച ചെയ്യുവാൻ തുടങ്ങി. അമ്മയെ വിട്ടുപോയ മകൻ, ഭാര്യയുടെ വശം പിടിച്ചവൻ, ചായക്കടയിൽ പരിഹാസം, പാതി വഴിയിൽ അമ്മയെ ഉപേക്ഷിച്ചു പോയവൻ. രേവതി ഇതെല്ലാം കേട്ട് വിഷമിച്ചു. നിന്നെക്കുറിച്ച് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വേദനിക്കുന്നു, മാധവിനോട് രേവതി പറഞ്ഞു. പക്ഷേ മാധവ് ശാന്തമായി, നമ്മുടെ സത്യം ഒരു നിമിഷം എല്ലാം തെളിയും എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ചെറിയൊരു വാടക വീടെടുത്ത് മാധവ് രേവതിയും അവിടെ താമസം തുടങ്ങി. മാധവ് ചെറിയൊരു കട തുടങ്ങി. അതെ, അച്ചാറുകളും മറ്റും വിൽക്കുന്ന ചെറിയൊരു കട.
അച്ചാറ്, ചിപ്സ് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി അവർ വിൽക്കുവാൻ തുടങ്ങി. പകൽ മുഴുവൻ ജോലി, രാത്രി പരസ്പരം ധൈര്യത്തിൽ അവർ ഇരുന്നു. നമ്മളെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒന്നും ഭയപ്പെടുവാനില്ല. രേവതി പറയും. മാധവ് രേവതിക്ക് കൂട്ടായി നിന്നു. വർഷങ്ങൾ കടന്നു, കട വളർന്നു. പട്ടണത്തിൽ പുതിയ ഷോപ്പ് തുറന്നു, വലിയ വീട് പണിതു. അവരെക്കുറിച്ച് ഇപ്പോൾ പറയുമ്പോൾ അന്ന് കുറ്റപ്പെടുത്തിയ നാട്ടുകാർക്ക് ഇപ്പോൾ അഭിമാനമാണ്. എന്നാൽ മറുഭാഗത്ത് സാവിത്രിയമ്മയുടെ ജീവിതം മാറി. ലക്ഷ്മിയുടെ സ്വഭാവം പതിയെ പതിയെ പുറത്തു വന്നു തുടങ്ങി. ലക്ഷ്മി സാവിത്രിയമ്മയെ പരിഗണിച്ചില്ല. സുരേഷ് ആകട്ടെ ഭാര്യയുടെ വശം പിടിച്ചു. സാവിത്രിയമ്മ ഒറ്റപ്പെട്ടു പോയി. വേദനയും അപമാനവും അനുഭവിച്ചു. ലക്ഷ്മി ഓരോ ദിവസവും സാവിത്രിയമ്മയെ വീട്ടിലെ പണികളെല്ലാം ചെയ്യിപ്പിക്കും. ഒരു ദിവസം സാവിത്രിയമ്മയ്ക്ക് രോഗം പിടിച്ചു, ആരും വയ്യാതെ അവശയായി. എന്നാൽ ലക്ഷ്മിയോ ആരും തന്നെ അത് ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് സാവിത്രിയമ്മയുടെ മനസ്സിൽ രേവതിയുടെയും മാധവിൻ്റെയും മുഖം ഓർമ്മ വന്നത്. രേവതി എന്തു പറഞ്ഞാലും എന്നെ നല്ല രീതിയിൽ നോക്കിയിരുന്നു, പക്ഷേ ഞാൻ അവളെ അപമാനിച്ചു വിട്ടു. സാവിത്രിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാവിത്രിയമ്മയുടെ ലക്ഷ്മിയുടെ ഓരോ കുറ്റപ്പെടുത്തലും സഹിച്ച് ആ വീട്ടിൽ കഴിഞ്ഞു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു. സാവിത്രിയമ്മയ്ക്ക് തീരെ അവിടെ പിടിച്ചു നിൽക്കുവാൻ പറ്റാതായി. ഒടുവിൽ സാവിത്രിയമ്മ ആ വീട് വിട്ട് ഇറങ്ങി. സാവിത്രിയമ്മയുടെ മനസ്സിൽ തെളിഞ്ഞ മുഖം രേവതിയുടെയും മാധവിൻ്റെയുമായിരുന്നു. സാവിത്രിയമ്മ തീരുമാനിച്ചു, എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഒരു മഴക്കാല ദിവസം രേവതിയുടെയും മാധവിൻ്റെയും വലിയ വീട്ടിൽ വാതിക്കൽ മുട്ടി. രേവതി വാതിൽ തുറന്നു. മുൻപിൽ സാവിത്രിയമ്മ ക്ഷീണിതയായി അവശയായി നിൽക്കുന്നു. സാവിത്രിയമ്മ നിറകണ്ണുകളുമായി പറഞ്ഞു, മോളെ, എന്നോട് നീ ക്ഷമിക്കണം. സാവിത്രിയമ്മയെ കണ്ടപ്പോൾ തന്നെ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. രേവതി ഒരു നിമിഷം ചിന്തിച്ചില്ല. അമ്മേ, അകത്തേക്ക് വരൂ. മാധവ് അകത്തുനിന്ന് പുറത്തേക്ക് വന്നു അമ്മയുടെ കൈ പിടിച്ചു. ആ നിമിഷം വർഷങ്ങളുടെ അകലം ഒലിച്ചുപോയി. സാവിത്രിയമ്മ നിറകണ്ണുകളോട് കൂടി പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു. നിറം നോക്കി മനസ്സിനെ കാണാതെ പോയി. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ ഇപ്പോഴെനിക്ക് ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുമില്ല. ഞാൻ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ലക്ഷ്മി എന്നെ ഇപ്പോൾ എതിർത്ത് പറയുകയാണ്. എന്നെക്കൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കും. പക്ഷേ ഞാൻ എല്ലാ ജോലികളും ചെയ്യാം. ഒരു സമാധാനം അവളെനിക്ക് തരികയില്ല. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ രേവതി മൃദുവായി പറഞ്ഞു, അമ്മേ, അമ്മ വിഷമിക്കരുത്. അമ്മയ്ക്ക് ഇനി ഇവിടെ താമസിക്കാം. സാവിത്രിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാവിത്രിയമ്മ രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം മോളെ. ക്രൂരതയ്ക്ക് ഒരു ദിവസം തിരിച്ചടി ഉണ്ടാകും. സ്നേഹം ഒടുവിൽ ജയിക്കും. ക്ഷമ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മഹത്തായ സ്വഭാവമാണ്. അതിന് ഉദാഹരണമാണ് ഈ കഥയിലെ സാവിത്രിയമ്മയും. സാവിത്രിയമ്മ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന ലക്ഷ്മി എന്ന മരുമകൾ സാവിത്രിയമ്മയെ എതിർത്തു. എന്നാൽ തള്ളിക്കളഞ്ഞ് പുച്ഛിച്ച് ആട്ടുവിട്ടിയ രേവതിയാണ് ഒടുവിൽ സാവിത്രിയമ്മയ്ക്ക് കാവലായി ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയായിട്ട് ഇനി കാണാം.